പൃഥ്വിരാജ് സുകുമാരന്റെ ഓണം അതാണ് ഖലീഫ. കിടിലം പടം. എനിക്ക് നന്നായിട്ട് വർക്കൗട്ടായി സിനിമയില് ആമർ അലിയായിട്ട് പൃഥ്വിരാജിന്റെ അഴിഞ്ഞാട്ടമായിരുന്നു. ഔട്ട് ആൻഡ് ഔട്ട് ആമർ അലിയുടെ കിട്ടിലം പെർഫോമൻസ്. അതിപ്പോ മാസ് ആവട്ടെ, ആക്ഷൻ ആവട്ടെ, ആൻഡ് ഇമോഷണൽ സീൻസ് ഒക്കെ കിട്ടിലനായിട്ട് തന്നെ പൃഥ്വിരാജ് നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇതിൽ എന്നെ ഏറ്റവും സർപ്രൈസ് ചെയ്ത ഒരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ എല്ലാവരും പ്രൊഡിക്റ്റ് ചെയ്ത ഒരു കാര്യം പറ്റിപ്പോയി. അത് നടന്നില്ല. അതായത് നായിക മാൾവിക ശർമ്മ ഫിസ, അതായത് പൃഥ്വിരാജിന്റെ ഭാര്യയായിട്ട് വരുന്ന ക്യാരക്ടർ മരിക്കും തീരുമെന്നാണല്ലോ നമ്മൾ വിചാരിച്ച്. ഫസ്റ്റ് ഹാഫോ സെക്കൻഡ് ഹാഫോ ഇല്ല, നടന്നിട്ടില്ല. പടം മുഴുവനും ഉണ്ട്. എന്നെ ആകെ ട്വിസ്റ്റിലാക്കിയ ഒരു കാര്യം അതൊന്നാണ്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് അതൊരു ജോക്ക് പാർട്ടാണ്. ആൻഡ് സിനിമ ടോട്ടലി ഓസം. അതായത് പൃഥ്വിരാജ് ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്, പടം മുഴുവനും ഈ തൊട്ടവും പിടിച്ച ഇടിയും പടിയും അങ്ങനെയൊന്നുമില്ല. ഇടി പൊട്ടേണ്ട സമയത്ത് ഇടി പൊട്ടും, ആക്ഷൻ വരേണ്ട സമയത്ത് ആക്ഷൻ വരും, മാസ് വരേണ്ട സമയത്ത് മാസ് വരും. മൊത്തത്തില് ഒരു ഇമോഷണൽ ആയിട്ട്, ഒരു റിവഞ്ച് ആയിട്ട്, ഒരു മാസ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് ഖലീഫ. വൈശാഖ് ആസ് എക്സ്പെക്ടഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്റ്റോറി എല്ലാം പ്രൊഡിക്റ്റഡ് ആണ്, എനിക്ക് മേക്കിങ്ങിലാണ് പടം ഇരിക്കുന്നതെന്ന്. മേക്കിംഗ് കിട്ടിലനായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ദുബായിൽ വെച്ചുള്ള ഒരു ഫൈറ്റ് ഒക്കെ ഒരു സൂപ്പർ, ഡെസേർട്ട് ഒരു കാർ ചേസിങ് സീനൊക്കെ സൂപ്പറായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ജിനി ഇബ്രാഹിമാണ് റിട്ടേണും കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞില്ല, ആസ് പ്രൊഡിക്റ്റഡ് തന്നെയാണ് നമ്മൾ. അതായത് ഈ ഒരു ലെഗസിയുള്ള ഒരു ഗോൾഡ് സ്മഗ്ലിംഗ് ലെഗസിയുള്ള ഒരു കുടുംബം, അതുമായിട്ട് ഈ പെട്ടുപോകുന്ന അല്ലെങ്കിൽ ചെയ്തു പോകേണ്ട ഒരു അവസ്ഥയിൽ വരുന്ന ആമിർ അലി, അതുമായിട്ട് ആമിർ അലിയുടെ ഒരു കത്തിക്കലുണ്ട ഇൻട്രോയെ പീക്ക് ഇൻട്രോടാ. അതായത് വില്ലന്മാര് ആമർ അലിയെ തട്ടാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ബ്ലാക്ക് ആൾക്കാരുമായിട്ടുള്ള വില്ലന്മാരെ, ലണ്ടനിലുള്ള വില്ലന്മാരുടെ കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ വില്ലൻ പറയും വാട്ട്സ് ഹിസ് നെയിം. അതോടെ ആ ഒരു നമ്പർ പ്ലേറ്റിൽ ആമിർ എന്ന് കാണിച്ചിട്ട് ഒരു ഇൻട്രോ ഉണ്ടാ, ആമർ അലി ആ കത്തി. അതോടെ തന്നെ പൈസ വസൂലാണ്. പിന്നെ അവിടെ നിന്ന് ഒരു കിട്ടിലം ഫൈറ്റ് നമ്മൾ ഗ്ലിംസിലേക്ക് കണ്ട ആ ഒരു ഇത് ഫൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ആ ലണ്ടൻ സീനും ആ ഷോട്ടൊക്കെ ചെയ്ത് വെച്ചത് കിട്ടിലനായിട്ട് തന്നെ വെച്ചതുണ്ട് ചെയ്ത്. ആൻഡ് നിങ്ങൾക്ക് എനിക്കിത് പറയാതിരിക്കാൻ പറ്റുന്നില്ല, ക്ലൈമാക്സ് ഒരു 10 മിനിറ്റ്, 10 അല്ല 8 മിനിറ്റോളം ഉണ്ടാ. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ലാലേട്ടന്റെ എൻട്രി, എടാ എന്നാ ലുക്കാടാ, എന്നാ ഓറായടാ ലാലേട്ട് അവിടെ ചെയ്ത് വച്ചിരിക്കുന്ന. എന്റെ പൊന്നളിയ, ആ ഒരു ബിൽഡപ്പ്, ആ ഒരു എൻട്രി, ആ ഒരു അവിടെ നിന്ന് ഇങ്ങനെ അവൻ ഇങ്ങനെ ഈ കെട്ടഴിച്ചു കൊടുക്കണം. നമ്മൾ മുമ്പ് ഒരു ഫ്രീഡം ഫൈറ്റർ ആയ ഒരാളുടെ പേരെന്തോ പറയാൻ പെട്ടെന്ന് വിട്ടുപോയി. പുള്ളിക്കാരനിട്ട ചങ്ങലയാണ് ഇത്, അപ്പോ ആ ചങ്ങല തന്നെ അവന് ഇടണം, അങ്ങനെയൊക്കെ പറഞ്ഞു വൻ ബിൽഡപ്പില് ഒരു എൻട്രി. അടാ നമ്മൾ ട്രെയിലറിൽ കാണുന്ന പോലെ കൈ ഇങ്ങനെ വെക്കൂല, അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു നോട്ടോടാ തിയേറ്റർ നിന്ന് കത്തിയടാ. എല്ലാവരും എണീറ്റും വിളിയും കൂവലും ഇതിന്റെ പൊന്നോ, അമ്മാതിരി സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു, അമ്മാതിരി എൻട്രി ആയിരുന്നടാ. ഞാൻ കൂടുതലൊന്നും നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ ആ ഒരു എക്സൈറ്റ്മെന്റ് കളയുന്നില്ല. നിങ്ങൾ കാണണ്ട, വർത്ത് മാമ. അത് നോക്കിയപ്പോ ആ ഒരു ക്ലൈമാക്സ് ആയപ്പോ വേറെ സർപ്രൈസ്, വേറെ സസ്പെൻസ്, വേറെ ആൾക്കാരൊക്കെ വരട്ടെ. 2-3 ക്യാമിയോസ് ഒക്കെ ഉണ്ട്. നിങ്ങൾ പോയി കാണും, നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാറ്റിസ്ഫൈ ആവും. ആൻഡ് പൃഥ്വിരാജിന്റെ പെർഫോമൻസ് സത്യമായിട്ട് എനിക്ക് ഏറ്റവും ആ ഒരു മാസൊക്കെ പൃഥ്വിരാജ് ചെയ്യുന്ന ആ ഒരു മുഖഭാവം, ആ പറയുന്ന ഡയലോഗുകള്, ആ ഒരു ലുക്ക്, ഫിസിക്കുകളും, ആ ഒരു ദേഷ്യം. ചില സമയം എനിക്ക് ഇതില് ക്ലൈമാക്സിൽ പൃഥ്വിരാജിന്റെ ഒരു ഫൈറ്റ് ഉണ്ട്, ജയിലിൽ വെച്ചുള്ള ഒരു ഫൈറ്റ്. ആ ഫൈറ്റിൽ ജെയ്ക്സ് ബിജോയുടെ ബീജിയമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതായത് അതുവരെ ഇട്ട ബീജിയം എല്ലാം ഈ ഒരു അറബിക് ഫ്യൂഷൻ അങ്ങനത്തെ ഒരു ആ ഒരു ഫ്യൂഷന് അങ്ങനത്തെ. പക്ഷെ അപ്പൊ ഒരു ചെണ്ടയുടെ ഒരു പാതി, ഒരു മലയാള ട്യൂൺ പോലത്തെ ഒരു ബീജിയമാണ് ഇട്ടത്. കിട്ടില്ല, എന്നാൽ രാക്ഷസമല്ല ബീജിയം. കണ്ണൊക്കെ ഇങ്ങനെ തുറന്നു വെച്ച് പൃഥ്വിരാജ് ഇടിക്കുന്ന ഫൈറ്റൊക്കെ ഉണ്ട്. ആ ഒരു ചുവപ്പ് ആ ഒരു ഷെയ്ഡിലൊക്കെ ഇരിക്കുമ്പോൾ ആ ഒരു രാക്ഷസന്റെ ആ ഒരു മെത്തേഡിലുള്ള ആ ഒരു ബീജിയം ഇട്ട് ജെയ്ക്സ് ബിജോയ് മൊത്തത്തിൽ ലിറ്ററലി ജെയ്ക്സ് ബിജോയ് കത്തിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് പാട്ടുണ്ട് ആൻഡ് മലയാളത്തിലെ ബീജിയം ഉണ്ട്. ഇതിലെല്ലാം ലിറിക്സും അതുപോലെ തന്നെയാണ്. അറബിക്, ഇങ്ങനെ ഒരു മാപ്പിളപ്പാട്ട്, മുസ്ലിം ആ ഒരു ലിറിക്സ് ടൈപ്പ് തന്നെയാണ് വരുന്നത്. കിട്ടിലിനായിട്ട് ജെയ്ക്സ് ബിജോയ് ചെയ്തിട്ടുണ്ടാ. മ്യൂസിക് ഒക്കെ, വില്ലന്റെ ഒരു മ്യൂസിക്, എനിക്ക് നീൽ നിതിൻ മുകേഷ് ആണ് ഇതിൽ വില്ലനായിട്ട് വരുന്നത്. എനിക്ക് ആ വില്ലൻ എനിക്ക് വൻ വില്ലനായിട്ടൊന്നും തോന്നില്ല. ബട്ട് ക്ലൈമാക്സിൽ ആ ഒരു ജയിൽ ഫൈറ്റിൽ പൃഥ്വിരാജിനെ ഇടിച്ചിട്ട് നീൽ നിതിൻ നടക്കൂടാ ഒരു സ്ലോ മോഷനിൽ മുട്ടായി സാധനം. അപ്പൊ നീലിതിന്റെ ഒരു ബീജിയം ജെയ്ക്സ് ബിജു ഇടും, അങ്ങനെ ഒരു ബീജിയം ഉണ്ടോ, മണ്ടയ്ക്കുള്ളേ ഓടിയിട്ട് ഇരിക്കടാ. അങ്ങനെ ഒരു ബീജിയമിലിട്ടു ആ ഒരു സീന് നീൽ നിതിൻ തൂക്കി കിട്ടില്ല. സ്ലോ മോഷൻ ആ ഒരു പൃഥ്വിരാജിൽ ഇടിച്ചിട്ട് ഇങ്ങനെ സ്ലോ മോഷനിൽ നടന്നു വരൂടാ. പിന്നെ പുള്ളി വൻ വൈറ്റ് ആണ് കേട്ടോ, വെള്ളക്കാരനെ പോലെ ഇരിക്കുന്നു. ഞാൻ ഈ സിനിമയിൽ
രഞ്ജി പണിക്കറുണ്ട് അച്ഛൻ കഥാപാത്രമായിട്ട് കിടിലനായിട്ട് പുള്ളി നന്നായിട്ട് തന്നെ രഞ്ജി പണിക്കർ ചെയ്തിട്ടുണ്ട്. യൂനിസ് അലി എന്നാണ്, അതായത് മമ്പറക്കൽ അഹമ്മദ് അലിയുടെ മകനായിട്ട് വരുന്ന കിടിലനായിട്ട് തന്നെ യൂനിസ് അലി ഇതിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പുള്ളിയെ നമുക്കറിയാം നന്നായിട്ട് അഭിനയിക്കും. പിന്നെ രഹ്ന ആയിട്ട് യൂനിസ് അലിയുടെ ഭാര്യ, അതായത് ആമിർ അലിയുടെ അമ്മയായിട്ട് പുള്ളിക്കാരുടെ പേരെനിക്ക് പറഞ്ഞു, പുള്ളിക്കാരി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിസയും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതില് ഈ സിനിമയിൽ ഇന്ദ്രൻസ് ഉണ്ട്, ഇന്ദ്രൻസും സൂപ്പറായിട്ട് എല്ലാവരും അവരുടേതായ പെർഫോമൻസ് ഒക്കെ. ആൻഡ് ഇതിലൊരു സേട്ട് എന്നൊരാളുണ്ട്, ഒരു സ്വർണം, അതായത് നിങ്ങൾ അനിമൽ കണ്ടാൽ മനസ്സിലാവും. അനിമലിലെ രൺബീറിന്റെ അച്ഛനായിട്ടൊരു മീശോ ഉള്ള ഒരു അപ്പൂപ്പ ഉണ്ട്. ആ അപ്പൂപ്പ ഈ ഒരു പടത്തിലും ഉണ്ട്. പുള്ളിയുടെ ഒരു കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ പടത്തില് പൃഥ്വിരാജ് എയർപോർട്ടിൽ നിന്ന് ഈ ഗോൾഡ് സ്മഗിൾ ചെയ്യണ കുറച്ച് സീനുകളൊക്കെ ഉണ്ട് കിടിലനായിട്ട്. അതൊരു എക്സ്പെക്ടേഷനിൽ കാണാം. നമ്മൾ വിചാരിക്കും ഇങ്ങനെയാണ് നടക്കാൻ പോണത്, ബട്ട് മാറി ചിന്തിക്കും, വേറെ ഒരു രീതിയിൽ പടം നടക്കും. അതായത് അതല്ല നടക്കുന്ന, വേറെ കാര്യങ്ങളാണ് നടക്കുന്നത്. അങ്ങനെ കിടിലായിട്ട് ഗോൾഡ് സ്മഗ്ലിങ് ചെയ്ത് പൃഥ്വിരാജ് പിന്നെ ഒരു ടൈക്കൂണൊക്കെ ആയി, വലിയൊരാളൊക്കെ ആയി. ആ ഒരു അമരണം ഇടുമ്പോ പൃഥ്വിരാജ് പറഞ്ഞ ലുക്കൊക്കെ ഒന്ന് ഓറയടാ. ആ ഒരു ചെറിയ ഈ ഒരു താടിയും വെച്ച് കണ്ണാടിയും വെച്ച് ലുക്കിലും കിട്ടില്ല ലുക്ക്, ഒന്നും പറയാനില്ല. ആൻഡ് ക്ലൈമാക്സിൽ യൂനിസ് അലി മരിക്കുന്ന ഒരു സീനുണ്ട്. നിങ്ങളെ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ഇതിൽ ഞാൻ അധികമൊന്നും ടിസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, ഇത് 8ാമത്തെ ടിസ്റ്റ് ആണ് തോന്നുന്നു പറ്റിപ്പോകുന്നത്. ആൻഡ് അപ്പോ ഒരു ഈ കബറടക്കണ സീൻ, അതായത് നമ്മൾ അടക്കുമല്ലോ മരിച്ചതിന് ശേഷം, അപ്പൊ ആ ഒരു സീൻ ഇതിൽ പടത്തിൽ വരുന്നുണ്ട്. ആ സീനൊക്കെ അവർ കിടിലനായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതോടെ ആൾക്കാരൊക്കെ ഒരുപാടുണ്ട്. ആ സമയം ഒരു നല്ലൊരു പാട്ടൊക്കെ ഇട്ട്, അറബ് പോലത്തെ ഒരു നല്ലൊരു മലയാള പാട്ടൊക്കെ ഇട്ട് ആ ഒരു സിറ്റുവേഷനൊക്കെ നല്ല കിടിലനായിട്ട് അവർ തന്നിട്ടുണ്ട്. നമുക്കത് ഇരുന്നിങ്ങനെ നമ്മൾ പിൻഡ്രോപ്പ് സൈലന്റിൽ നമ്മൾ കണ്ടു. ആൻഡ് ഓവറോൾ ഇതിപ്പം DOP ജോമോനാണ് ചെയ്തത്. നല്ല കിടിലനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എഡിറ്റർ ചമൻ ചാക്കോ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. മൊത്തത്തില് പടം ടോട്ടലി, അതായത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫുൾ ടൈം അടിയും പിടിയുള്ള പടമില്ല. ഇമോഷണൽ ഉണ്ട്, സെന്റിമെന്റൽ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അതൊന്നും ഒരുപാട് വലിപ്പിക്കാതെ, ഒരുപാട് ചളിപ്പിക്കാതെ ആവശ്യത്തിന് മാത്രം ഇട്ട് തരും. അടുത്ത ജോണറാ, അതായത് ഷിഫ്റ്റ് ജോണറാ. സീന് ജോണർ മാറി വേറൊരു സീന് കിടിലനായിട്ട് വരും. അതിന്റെ ഇടയ്ക്കാണ്ട് മമ്പറക്കൽ അഹമ്മദ് അലി എന്ന് പറയുമ്പോൾ പിന്നെ തിയേറ്ററിൽ ഓരോ സമയം ഒരു 4-5 വട്ടം മമ്പറക്കൽ അഹമ്മദ് അലിയുടെ ഗ്രാൻഡ് സൺ ആണ് നീ, അഹമ്മദ് അലിയുടെ കാര്യം ഇങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവിടെ വിളിയും കൂവലും. അവസാനം അഹമ്മദ് അലി വരുവടാ. പക്ഷെ അവസാനം തിയേറ്റർ നിന്ന് കത്തിയടാ. നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവും. എല്ലാവരും ഒരുമിച്ച് ഒറ്റ സ്ക്രീനിൽ കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കും, അതുപോലെ ആ ഒരു വാക്കും ആ ഒരു BGM-ഉം ആൻഡ് ക്ലൈമാക്സിലെ ഫിലിം ബൈ വൈശാഖെന്നും വന്നടാ. എന്ത്ര എടുത്ത് വെച്ചിരിക്കണം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ഇപ്പോഴും പറയാണ്, ഇതൊരു ഇമോഷണൽ ഡ്രാമയാണ്. അതായത് ഒരു റിവെഞ്ച് ഇമോഷണൽ ഡ്രാമ വിത്ത് മാസ് ആൻഡ് ഹൈ ഒക്ടെയിൻ ആക്ഷൻ സീൻസ് ആണ്. ബട്ട് ഒരിക്കലും നിങ്ങൾ അത് ബോറടിപ്പിക്കൂല. കാരണം സിനിമ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. കാരണം സിമ്പിൾ ആയിട്ട് പടം നല്ല കിടിലനായിട്ട് കൊണ്ടുപോകും. ഞാൻ എക്സ്പെക്ട് ചെയ്തതുപോലെ തന്നെയാണ്. ഒരു വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്, നമുക്ക് മനസ്സിലാവുന്ന അറിയാവുന്ന ഒരു സ്റ്റോറി തന്നെയാണ്. അത് വളരെ നീറ്റ് ആയിട്ട് കൊണ്ടുപോകും. ഇടയ്ക്കിടയ്ക്ക് അവർ ഹൈ പിച്ചിൽ ഓരോ സാധനം ഇട്ട് തരുവട. ബീജത്തിൽ എക്സ്റ്റൻഡ് വേഷമാക്കി റിലീസ് ചെയ്ത് വിട്. മൊത്തത്തിൽ നിങ്ങളെ ഓണം തീർച്ചയായും കളറാവും. ഖലീഫ കണ്ട പൃഥ്വിരാജ് കത്തിച്ചിട്ടുണ്ട്. ആ ലാലേട്ട് കടസിയിൽ വന്ന് ചാമ്പലാക്കിയിട്ടുണ്ട്. പിന്നെ പടത്തിൽ 1-2 വേറെ ക്യാമിയോ ഉണ്ടാ. എടാ അനുമൽ പടത്തിലെ സാധനം എന്ന് പറഞ്ഞ് ആലോചിച്ചു പോടാ. അമ്മാരി സാധനമാണ് ലാസ്റ്റ് ഒരു ക്യാമിയോയിൽ ഒരാൾ വന്നത്. മൊത്തത്തിൽ പടം തൂക്കിയടാ. ഈ പടത്തിൽ വേറൊരു കാര്യം കൂടെ എന്നെ വളരെ എക്സൈറ്റ് ചെയ്ത് എന്താന്ന് വെച്ചോ, ഈ സെക്കൻഡ് ഹാഫില് ഒരു സ്റ്റെൻഡ് ഉണ്ടാ. അതായത് പൃഥ്വിരാജോ ലാലേട്ടനോ ആരും അല്ലടാ. അതായത് ആമ്രലിയുടെ വീട്ടിൽ കുറച്ച് ഗൂർഖാസ് ഉണ്ട്, സെക്യൂരിറ്റീസ്. അവരവിടെ ഒരു ഫൈറ്റ്, അതായത് വില്ലന്മാര് ഈ വീട്ടിലെ ആമിറലിയുടെ വീട്ടിൽ വന്ന് ആമിറലിയുടെ മകനെ, അതായത് ഫാമിലിയെ തീർക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ. ആര് നമ്മൾ എക്സ്പെക്ട് ചെയ്യൂല. അവിടെ ആ ഗൂർഖാസ്, ആ ഒരു സെക്യൂരിറ്റീസ്, അത് അവര് എനിക്ക് തോന്നുന്നു മറ്റേ ബംഗാളികൾ അവരാണ്, നേപ്പാൾ അങ്ങനത്തെ ആൾക്കാരാണ്. നമ്മളെ മലയാളികൾ ആ ഫൈറ്റേഴ്സ് ഒന്നുമല്ല. അവർ നടത്തുന്ന ഒരു ഫൈറ്റ് ഉണ്ട് ആ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇജാതി ഫൈറ്റ്, എല്ലാവരും ഇംപ്രസ് ആയി. കാരണം അമ്മാര് ക്ലാസ് ആയിരുന്നു. അത് തീർച്ചയായിട്ടും മറക്കാതിരിക്കാൻ പറ്റൂല. കിട്ടില്ല ഫൈറ്റ് ആയിരുന്നു. ആ ഒരു സെക്യൂരിറ്റി ഗാർഡ്സ്, ആ ഒരു ആമിർ അലിയുടെ വീട്ടിലുള്ള സെക്യൂരിറ്റി ഗാർഡ്സ് ഫാമിലിയെ പ്രൊട്ടക്ട്, കാരണം ആമിർ അലി അപ്പൊ ഇല്ല അവിടെ. ആ ഫാമിലിയെ പ്രൊട്ടക്ട് ചെയ്ത് എന്ത് ഫൈറ്റ് ആയിരുന്നു, കിട്ടില്ലൻ ഫൈറ്റ് ആയിരുന്നു ആ സമയങ്ങൾ. ആമിർ അലി അവിടെ നിന്ന് കാറിൽ വരുന്ന ചേസ്. പിന്നെ ഈ സിനിമയില് മമ്പറക്കൽ അഹമ്മദ് അലിയുടെ ഒരു പ്ലാൻ ഉണ്ട്. അതായത് വില്ലന്മാരെ നിങ്ങൾ ട്രെയിലറിൽ കണ്ടാണ്, അതായത് കെണി വെച്ച് കൊടുക്കുക എന്നുള്ളത്, എലീനെ കെണി വെച്ച് കുടുക്കിയിട്ട് കൊല്ലുക എന്നുള്ളൊരു സെറ്റപ്പ്. അതുപോലത്തെ സെറ്റപ്പ് ഒക്കെ കിട്ടില്ലനായിട്ട്. ആമിർ അലി വരുമ്പോ എനിക്ക് സത്യം പറയാം എല്ലാം പറയണമെന്നുണ്ട്, പക്ഷെ എല്ലാം സ്പോയിലർ ആയിപ്പോ. ആമിർ അലി വരുമ്പോ തന്നെ
ആമിലലി ടെൻഷനില്ല എന്തൊക്കെണ്ട. ആമിറലി വരുമ്പോ തന്നെ അമ്മാരി സ്ക്രീൻ പ്രസൻസ് ആണ്ട. ഓരോ ഇതിലും ഇങ്ങനെ ടക്ക് ടക്കെന്ന് ഓറ അടിച്ചടിച്ച് കയറ്റി ഇവിടെയാണ് കിട്ടില്ലോടാ.